നീലാംബരി ഒന്ന് ഞെട്ടി. ജാൻ പ്രത്യേകിച്ച് ഞെട്ടിയതൊന്നുമില്ല. അതീവ ദേഷ്യത്തിൽ അവൻ തിരിഞ്ഞ് വാതിൽക്കിലേക്ക് നോക്കി. സമയം 3 മണിയോട് അടുത്തിരുന്നു. ഉണ്ണിയേട്ടാ വെയിറ്റ്. അവൻ അങ്ങനെ തന്നെ കിടന്നു. ഡീ വാതിൽ തുറക്കടി, നീലാംബരി വാതിൽ തുറക്കാൻ. മായയുടെ ശബ്ദമാണ്. ഉണ്ണിയേട്ടാ അത് മായയാ. തുറക്കണ്ട, വിളിച്ചിട്ട് പോയിക്കോളൂ. തുറക്കാതിരുന്നാലെന്താ? പാതിരാത്രി ഉറങ്ങിയാണെന്ന് കരുതും, അല്ല എന്താ? അതല്ല, ആഞ്ഞൊന്ന് തള്ളി ആരും തുറക്കാതെ തന്നെ ആ വാതിൽ തനിയെ തുറന്നോളൂ. എന്നാൽ അവിടെ ശവടക്ക് രാവിലെ കഴിയും. തുറന്നിട്ട് എന്താന്ന് ചോദിക്കുക ഉണ്ണിയേട്ടാ. നീല പ്ലീസ്, നീ എന്താ ഇങ്ങനെ? നിനക്ക് എന്താടി ഒന്നും മനസ്സിലാവാത്ത? ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദിസ് സിറ്റുവേഷൻ? അവന് വായ പൊത്തി പിടിച്ച് അവൾ ഉറക്കെ ചോദിച്ചു. എന്താ മായേ? എന്താന്ന് അറിഞ്ഞാലേ നീ തുറക്കത്തുള്ളൂടി. കൽപ്പനയുടെ ശബ്ദം കേട്ടതും അവൾ ഒരു പിടപ്പോടെ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു. തുറക്കടി വാതില്. വീണ്ടും കൽപ്പനയുടെ ഉച്ചത്തിലുള്ള സ്വരം കേട്ടതും കട്ടിൽ കിടന്ന പാവാട പുറമേ ചുറ്റി നഗ്നത മറച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. ഒപ്പം പുതപ്പ് കയ്യിലെടുത്ത് അവന്റെ ദേഹത്തേക്ക് വിട്ടിരുന്ന അവൾ നീളത്തിൽ ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങൾ കയ്യിലെടുത്ത് അവൾ അലമാരയുടെ മറവിലേക്ക് ഓടി. നീല വെയിറ്റ്, ഗിവ് മീ 5 minutes. ഐ വിൽ ഓപ്പൺ ദി ഡോർ. അവൻ 5 മിനിറ്റ് കട്ടിൽ കമിഴ്ന്നു കിടന്നു. തന്റെ വികാരങ്ങളെ തണുപ്പിക്കാനെടുക്കുന്ന സമയം മാത്രമേ അവൻ ചോദിച്ചുള്ളൂ. അവളൊന്നും മിണ്ടാതെ അവൻ അനുസരിച്ചു. പോയ പോലെ തന്നെ അവൾ തിരികെ വന്ന് കട്ടിൽ കിടന്ന് പുതപ്പിനുള്ളിൽ ഒതുങ്ങിക്കൂടി. വാതിൽ പൊട്ടിപ്പിളർമാർ ഒച്ച കേട്ടു. അപ്പച്ചി വല്ലതും നടക്കുവോ? ലാവണിയാണ് ചോദിച്ചത്. നടത്തണം. ആ ഒരുമ്പട്ടവളിൽ നിന്ന് നേരം വെളുക്കുമ്പോൾ കിട്ടിയ ഉരുപ്പടിയും കൊണ്ട് ഇവിടുന്ന് പോയാലേ പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് അധികം വരവുണ്ടാവില്ല. കിളവൻ കിളവിയേയും കൊണ്ട് കൊച്ചു കൊഴുപ്പങ്കാലത്തെ ആശുപത്രിയിലേക്ക് പോയത് നീ കണ്ടില്ലേ? ഇനി ആരാ നമ്മളെ തടയാൻ? ഈ സമയം നോക്കി കാത്തിരുന്നാ ഞാൻ. ഭദ്ര എന്തായാലും ഒടിഞ്ഞ കാലം കൊണ്ട് കയറി വരില്ല. പിന്നെ ആ തുളസി, അവൾ രാവിലെ തന്നെ അടുക്കളയിൽ കിടന്ന് ഇറങ്ങുക. ഓ, ഇവളെന്താ ഈ മുറിയിൽ അടയിരിക്കാണോ? എടീ